അപ്പം ഹലോ ഗൈസ്, വെൽക്കം ടു കുട്ടി വ്ളോഗ്സ്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന ടോപ്പിക്ക്, സംസാരിക്കാൻ പോകുന്ന ടോപ്പിക്ക്, എന്താണ് പ്രസൻ്റ്ലി അയർലൻഡിലെ സിറ്റുവേഷൻ, എന്താണ് ഇവിടെ നടക്കുന്നത്, എന്തൊക്കെയാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ ഉള്ളവരും ഇനി ഇങ്ങോട്ട് വരാൻ പോകുന്നവരും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇതിനെപ്പറ്റിയാണ്. അപ്പം ഒരു ഇന്ന ടോപ്പിക്ക് അല്ലെങ്കിൽ ഇന്നൊരു ടോപ്പിക്കിനെ ആസ്പദമാക്കി സംസാരിക്കണം എന്ന ഉദ്ദേശമല്ല ഞാനിന്ന് വീഡിയോ ചെയ്യുന്നത്. ഇപ്പോൾ കോമൺലി ആൾക്കാർ ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസിന് മറുപടി പറയുന്നു എന്നുള്ളൂ. അപ്പം ലോകമെമ്പാടും നടക്കുന്ന കാര്യം തന്നെ, അതായത് മലയാളി ലോകത്തിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള എല്ലാ കൺട്രികളിലേക്കും മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. അത് പഠിക്കാനാകാം, ജോലിക്കാകാം, എന്തിനുമാകാം. പക്ഷേ ഇപ്പം മൈഗ്രേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു 2-3 വർഷം മുമ്പ് വരെ ഉണ്ടായിരുന്ന പോലെ അത്രയും സിമ്പിളല്ല. മീൻസ് 10,000, 2,000, 3,000 ഒക്കെയാണ് നമുക്ക് ഒരു വർഷം, അല്ലെങ്കിൽ 10,000 ഒരു വർഷം സ്റ്റുഡൻറ്റ് വിസ അല്ലെങ്കിൽ സ്റ്റുഡൻറ്റ് വിസയിൽ ആൾക്കാർ പൊയ്ക്കൊണ്ടിരുന്നത് പല പല കൺട്രികളിലേക്കും. പക്ഷെ ഇപ്പോൾ അത് കുറയാൻ പല കാരണങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാരണമാണ് യൂറോപ്പിൽ അല്ലെങ്കിൽ ബാക്കിയുള്ള നമ്മൾ മൈഗ്രേറ്റ് ചെയ്യുന്ന പ്രധാനപ്പെട്ട രാജ്യങ്ങളെല്ലാം കൂടി വന്നുകൊണ്ടിരിക്കുന്ന എന്താ പറയുക, റേസിസ്റ്റ് പരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, അതായത് റേസിസവുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ. അത് എല്ലാ കൺട്രികളിലും ഉണ്ട്, എല്ലാ കൺട്രികളിലും നടക്കുന്നുണ്ട്. കാരണം അതിന് നമ്മളൊരു പക്ഷേ ലീഗലായിട്ട് നമ്മൾ വളരെ നല്ല രീതിയിലായിരുന്നു നമ്മൾ ഈ കൺട്രികളിലേക്ക് വരുന്നവരായിരിക്കാം. പക്ഷേ മറ്റ് ചില ആൾക്കാർ അവരിവിടെ വരികയും, അത് ലീഗലായിട്ട് ആയിക്കോട്ടെ ഇല്ലീഗലായിക്കോട്ടെ, ഇവിടെ വരികയും എല്ലാ നാടുകളിലും അവരുടേതായിട്ടുള്ള സംസ്കാരമുണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ നാട്ടിലിപ്പോൾ ഒരു അന്യസംസ്ഥാന തൊഴിലാളി വന്ന് നമ്മുടെ നാട്ടിൽ വന്നിട്ട് അവരവരുടെ കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കുകയാണ്, നമ്മളെ അടിച്ചേൽപ്പിക്കുകയാണ്, നമ്മളോട് കാണാൻ നിർബന്ധിക്കപ്പെടുകയാണ്. നമ്മൾ ആ ഒരു അവസ്ഥ നമ്മളെങ്ങനെയായിരിക്കും അതിനെ പ്രതികരിക്കുന്നത്? അപ്പം നമ്മൾ ഫോർ എക്സാമ്പിൾ ഒരു ആസാമിൽ നിന്നുള്ള ഒരാൾ അല്ലെങ്കിൽ ബംഗാളിൽ നിന്നുള്ള ഒരാൾ നമ്മളൊന്ന് അവരുടെ കൾച്ചർ നമ്മളെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയാണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവർ ചെയ്യേണ്ട അവരുടെ നാട്ടിൽ ചെയ്യുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഉത്സവങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ഓരോ കാര്യങ്ങളുണ്ടല്ലോ, അതെല്ലാം നമ്മൾ അവർ നമ്മുടെ നാട്ടിൽ കൊണ്ട് ചെയ്യുന്ന ഒരു അവസ്ഥ നടിച്ചു വയ്ക്കും. നമ്മൾ ഒരു പരിധി കൂടി നമ്മൾ സമ്മതിച്ചെടുത്തില്ല. അപ്പം അത് എന്താ പറയുന്നത്, അതൊരു കാരണമാണ് കേട്ടോ. അതൊരു ഇവിടെ കൂടി ആൾക്കാർക്ക് നമ്മളോടുള്ള സമീപനം മാറാനുള്ളൊരു പ്രധാനപ്പെട്ട കാരണങ്ങളൊന്നാണത്. അപ്പം അതുപോലെ ഈ ഞാൻ പറഞ്ഞ ഈ ലീഗൽ അല്ലെ ഇല്ലീഗൽ ആയിട്ട് വരുന്ന ആൾക്കാർ ഇവിടെ വന്നിട്ട് അവർ ആ നാട്ടിൽ, അവർ വരുന്ന നാട്ടിൽ അവരാ നാട്ടിൽ വരാൻ കാരണമുണ്ട്. ഒന്നെങ്കിൽ അവരുടെ സ്വന്തം നാട്ടിൽ നിൽക്കാൻ പറ്റാത്തവരായിരിക്കാം, അല്ലെങ്കിൽ അവിടെ ജോലി കിട്ടാത്തവരായിരിക്കാം, അല്ലെങ്കിൽ അവിടെ നിന്ന് ഇറക്കി വിട്ടവരായിരിക്കാം. അങ്ങനെയുള്ളവരാണ് ഈ റെഫ്യൂജി ആയിട്ടൊക്കെ വരുന്നവർ, അല്ലെങ്കിൽ ജോലി തേടി പോകുന്നവർ. നമുക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു പ്രൊഫഷൻ നമ്മുടെ നാട്ടിൽ കിട്ടുന്നതിനേക്കാൾ സാലറി പുറത്തൊരു നാട്ടിൽ കിട്ടുമ്പോഴാണ് നമ്മൾ അങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്യുന്നത്. ഇല്ല, നമ്മൾ അങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പം അങ്ങനെ ആ ഒരു സിറ്റുവേഷനിൽ നമ്മളിവിടെ വന്നിട്ട് നമ്മൾ ഇവിടുത്തെ ആൾക്കാരുടെ അല്ലെങ്കിൽ നമ്മൾ ചെല്ലുന്ന കൺട്രി ഏതാണ് അവിടുത്തെ ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളിലേക്ക് ചെന്ന് അവരുമായിട്ട് അവരുമായിട്ട് കൂടുതൽ മിങ്കിൾ ചെയ്യാൻ ശ്രമിക്കുക, അവരുടെ സംസ്കാരം നമ്മൾ പഠിക്കാൻ ശ്രമിക്കുക എന്നല്ലാതെ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ അവരെ പഠിപ്പിക്കാൻ നോക്കരുത്. അപ്പം മീൻസ് അവരല്ലല്ലോ ഇമിഗ്രേറ്റ് ചെയ്ത് വന്നത്, നമ്മളല്ലേ ഇമിഗ്രേറ്റ് ചെയ്ത് വന്നത്. അപ്പം നമ്മൾ അങ്ങനെ ഒരിക്കലും ചെയ്യാൻ ശ്രമിക്കരുത്. അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുന്നതാണ് ഒരു പരിധിക്കുള്ള ആൾക്കാർ ഇമിഗ്രേഷൻ ഇപ്പോൾ എതിർക്കാൻ കാരണം. പിന്നെ ഇപ്പോൾ യൂറോപ്പ് ആസ് എ ഹോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, യൂറോപ്പിൽ ഇപ്പം വളരെ ഉയർന്ന തരത്തിലുള്ള ഹൗസിങ് ക്രൈസിസ് ഉണ്ട്. ഇപ്പം ഞാനുള്ളത് അയർലൻഡിനാണ്. ഇപ്പം ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾക്കിപ്പം ഇപ്പോൾ ഞാൻ വന്നൊരു 2 വർഷമായി. ഇപ്പോൾ 2 വർഷത്തിനുള്ളിൽ പ്രോപ്പർട്ടിയുടെ വില അല്ലെങ്കിൽ റെന്റ് കൂടിയെന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. 100% വരെ ഹൈക്കുകൾ, അതിൽ കൂടുതൽ ശതമാനം ഹൈക്കുകൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം കഴിഞ്ഞ ഒരു 2 വർഷത്തിനുള്ളിൽ ഒരു 500 അല്ലെങ്കിൽ 600 യൂറോ റെന്റ് കൊടുത്തിരുന്നിടത്ത് ഇപ്പോൾ ഒരു 1,200 അല്ലെങ്കിൽ 1,200, 1,400 യൂറോ ഒക്കെ റെന്റ് കൊടുക്കേണ്ട അവസ്ഥയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അത്രയ്ക്കും കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. അപ്പം ഈ മാറാൻ ഇവര് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ മാറാൻ ഇങ്ങനെ റെന്റ് കൂടാനും സ്ഥലത്തിന്റെ വില കൂടാനും ഒക്കെ കാരണം ഈ ഇമിഗ്രേറ്റ് ചെയ്ത് വന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ എമിഗ്രേറ്റ് ചെയ്ത് വന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ ഇങ്ങോട്ട് ജോലി തേടി വന്നവർ, അല്ലെങ്കിൽ റെഫ്യൂജി ആയിട്ട് വന്നവരാണെന്നാണ് ഇവർ പറയുന്നത്, ഇവിടുത്തെ ആൾക്കാർ പറയുന്നത്. ഒരു പരിധിയിൽ കൂടുതൽ ആൾക്കാർ അങ്ങനെ കരുതുന്നത്. മജോറിറ്റി ആണെന്നല്ല ഞാൻ പറയുന്നത്, വളരെ മൈനറായിട്ടുള്ളൊരു മൈനോറിറ്റി ആയിരിക്കും ഇങ്ങനെ കരുതുന്നവർ. അപ്പം ഈ കരുതുന്നവർ
അതിനെതിരെ പ്രതികരിക്കും. നമ്മൾ ഈ നാട്ടിൽ വന്നുകൊണ്ടാണ് ഇവിടെ സ്ഥലത്തിന് വില കൂടുന്നത്, ഇവിടെ സാധനങ്ങൾക്ക് വില കൂടുന്നത്. പക്ഷെ അത് ലോകമെമ്പാടുമുള്ള എന്താ പറയുന്നത്, ഇൻഫ്ലേഷൻ്റെ ഭാഗമായിട്ട് കൂടുന്നതായിരിക്കും. പക്ഷേ ഇവിടുത്തെ ആൾക്കാരെ അങ്ങനെ പലതരത്തിലുള്ള തെറ്റിദ്ധാരണകളുണ്ട് ഇവിടുത്തെ ആൾക്കാർക്ക്. വളരെ മൈനോറിറ്റി ആയിട്ടുള്ള ഒരു വിഭാഗത്തിൻ്റെ കാര്യമായിട്ടാണ് പറയുന്നത്. അപ്പം അതും ഒരു കാരണമാണ്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പം നേരത്തെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അയർലൻഡിലെ കേസ് എടുക്കുകയാണെങ്കിൽ നേരത്തെ എന്ന് പറഞ്ഞാൽ ഇവിടെ IRP ഉണ്ട്, ഐറിഷ് റെസിഡൻസ് പെർമിറ്റ്. അതെന്നൊക്കെ പറഞ്ഞാൽ പണ്ടെന്നൊക്കെ പറഞ്ഞാൽ പണ്ടെന്ന് പറഞ്ഞാൽ ഒരു 2 കൊല്ലം മുമ്പ് ഞാൻ ഇവിടെ വരുന്ന സമയത്ത് കാര്യം കേട്ടോ. അതെന്ന് പറഞ്ഞാൽ ഒരു മാസത്തിനുള്ളിൽ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന സംഭവമാണ്. 1-2 മാസത്തിനുള്ളിൽ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന സംഭവമാണ്. ഇപ്പോൾ അത് മാസങ്ങളെടുക്കുന്നു. അവർ കൂടുതൽ നോക്കുന്നു. ഡിപ്പെൻഡ് വിസ ആണെങ്കിൽ അവർ കൂടുതൽ പരിശോധിക്കുന്നു. ഒരുപാട് റിജക്ഷൻസ് വരുന്നു. സ്റ്റുഡൻറ്റ് വിസ ആണെങ്കിലും ഒരുപാട് റിജക്ഷൻസ് വരുന്നു. അപ്പം അങ്ങനെ എന്താ പറയുന്നത്, അവരെല്ലാം കർക്കശമായിക്കൊണ്ടിരിക്കുകയാണ്. അതിന് കാരണമെല്ലാം ഞാൻ ഈ പറഞ്ഞ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന ലീഗലായിക്കോട്ടെ ഇല്ലീഗലായിക്കോട്ടെ, അത് ഇല്ലീഗൽ ഇമിഗ്രേഷൻ്റെ ഒരു എന്താ പറയുന്നത് ഒരുപാട് കൂടിയത്. അതായത് ഒരുപാട് അത് കൂടിക്കഴിഞ്ഞപ്പം ആൾക്കാർക്ക് അതിനെ അതായത് ബാക്കിയുള്ള ഇപ്പം യൂറോപ്പിലുള്ള ബാക്കി കൺട്രീസ് നോക്കുവാണെങ്കിൽ, ഇപ്പം UK പോലുള്ള കൺട്രീസ് നോക്കുവാണെങ്കിലോ അല്ലെങ്കിൽ വേറെ ഏത് കൺട്രി ആയിക്കോട്ടെ, ഈ കൺട്രിയൊക്കെ വെച്ച് നോക്കുമ്പോൾ അയർലൻഡിലെ ആൾക്കാർ ഭയങ്കര വെൽക്കമിങ് ആണ്. അവർ ഭയങ്കര സപ്പോർട്ടീവ് ആണ്. അവർ നല്ല ആൾക്കാരാട്ടോ, വളരെ നല്ല നല്ല ആൾക്കാരാണ്. നമ്മളോടെല്ലാം ഭയങ്കര സ്നേഹമാണ് അവർക്ക്. പക്ഷെ അവർക്കാണെങ്കിൽ ഇപ്പോൾ ഒരു പരിധി കഴിയുമ്പം അവർക്ക് എന്താ പറയുന്നത്, ഇത് വേണ്ടായിരുന്നു, ആൾക്കാരെ ഇങ്ങോട്ട് വരുത്തേണ്ട കാര്യമില്ല എന്നുള്ള ആൾക്കാർ മാറി ചിന്തിക്കാനുള്ള കാരണം ഞാൻ ആദ്യം പറഞ്ഞ സംഭവം തന്നെയാണ്. നമ്മൾ ഒരു നാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടുത്തെ ആൾക്കാരുടെ സംസ്കാരത്തിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലാണ് നോക്കുന്നത്. നമ്മളൊരിക്കലും നമ്മുടെ സംസ്കാരം അവരെ അടിച്ചേൽപ്പിക്കാനല്ല ശ്രമിക്കുന്നത്. ഏറ്റവും കൂടുതൽ ക്ഷമയുള്ള ആൾക്കാരാണ് ഐറിഷുകാർ. അപ്പം അവർക്ക് അവരുടെ ക്ഷമ പോയി, അവരതിനെതിരെ പ്രതികരിക്കാൻ തുടങ്ങി, അവരതിനെതിരെ എന്താ പറയുന്നത് സംസാരിക്കാൻ തുടങ്ങിയെങ്കിൽ അത് ഭയങ്കര വലിയൊരു നമ്മൾ വാണിംഗ് ആയിട്ട് കാണേണ്ട ഒരു കാര്യമാണ്. കാരണം അവർ പ്രതികരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അപ്പം നമ്മൾ അത് ഒരിക്കലും ചെയ്യാതിരിക്കുക. നമ്മളത് ചെയ്യാതിരിക്കുക. നമ്മൾ ഇവിടെ വരുന്നത് ജോലി ചെയ്യാനാണ്, അല്ലെങ്കിൽ ജീവിക്കാനാണ്, നല്ലൊരു ജീവിതത്തിന് വേണ്ടിയാണ്. ആ ജീവിതം നമ്മൾ നോക്കുക. അല്ലാതെ നമ്മൾ എന്താ പറയുന്നത് ഒരിക്കലും അവരെ നെഗറ്റീവ് അടിപ്പിച്ച് വെറുതെ നമുക്ക് ആൾക്കാർക്ക് ജോലി തേടി വരാൻ പറ്റിയ നല്ലൊരു സ്ഥലം വെറുതെ ഇല്ലാതാക്കരുത്. അതാണ് എനിക്ക് പറയാനുള്ളത്. അത് മലയാളികളെല്ലാവർക്കും കൂടുതൽ, പക്ഷെ മലയാളികൾ വേണ്ട തൊട്ടും പുറകില്ല. മലയാളികളും അങ്ങനെ ചെയ്യുന്ന ഒത്തിരി പേരുണ്ട്. ഇനി പറഞ്ഞ രീതിയിൽ പ്രവർത്തിക്കുന്നവർ ഒത്തിരി പേരുണ്ട്. അപ്പം നമ്മൾക്ക് നമ്മളുടെ ഉത്സവങ്ങൾ, അല്ലെങ്കിൽ നമ്മളിപ്പം ഒരു സെലിബ്രേഷൻ നമ്മൾക്ക് അത് ആഘോഷിക്കണമെങ്കിൽ അതൊരു ക്ലോസ്ഡ് സ്പേസിലാവുക ചെയ്യുക. അതായത് നമ്മളൊരു ക്ലോസ്ഡ് സ്പേസ് ചെയ്യുക, നമ്മൾ ആരെയും ശല്യപ്പെടുത്താതെ എൻ്റെ അഭിപ്രായമായിട്ടാണ് ഞാൻ പറയുന്നത്. അത് നമ്മൾക്ക് ഒരു കാര്യം ആവശ്യം, അതൊരു ക്ലോസ്ഡ് സ്പേസ് ചെയ്യുക, അവരെ മാക്സിമം ശല്യപ്പെടുത്താതിരിക്കുക. അവർക്ക് അവരുടെ ലൈഫ് വലുതാണ്, നമുക്ക് നമ്മുടെ ലൈഫ് വലുതാണ്. അപ്പോൾ അതുപോലെ പരസ്പര ബഹുമാനത്തോടെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. ആ പരസ്പര ബഹുമാനമാണ് എല്ലാത്തിനും എന്താ പറയുന്നത് ഒരു ബോണ്ട് എന്ന് പറയുന്ന സംഭവം. ആ പരസ്പര ബഹുമാനം അവർ നമ്മളോട് കാണിക്കാറുണ്ട്, നമ്മളത് തിരിച്ചും കാണിക്കണം. അല്ലാതെ അവരുടെ തലയിൽ കയറാൻ ചെല്ലരുത്. അത് ഏത് കൺട്രി ആയിക്കോട്ടെ. ഇപ്പം ഞാൻ അയർലൻഡിൻ്റെ കേസ് പറഞ്ഞെന്നുള്ളൂ. ഏത് കൺട്രി ആയിക്കോട്ടെ, നമ്മളൊരിക്കലും അങ്ങനെ ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ നാളെ ഒരു ജീവിതം നമ്മളിവിടെ വന്നു നാളെ ഇവിടെ ഒരു ജീവിതം തേടി വരേണ്ട ഒരുപാട് ശതമാനം ആൾക്കാരുണ്ട്. അവർക്ക് ഇങ്ങോട്ട് വരാൻ പറ്റാത്ത അവസ്ഥയാവും അപ്പം നമ്മളങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ. അവിടെ ഒരിക്കലും നമ്മളങ്ങനെ ചെയ്യാതിരിക്കുക. അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ സ്റ്റുഡൻസിൻ്റെ ഒരു കാര്യമാണ്. സ്റ്റുഡൻസിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നേരത്തെ പോലെ പാർട്ട് ടൈം ജോബ്സോ അല്ലെങ്കിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ആ ഒരു ഫീൽഡ് ജോലി കിട്ടുക അത്രയും ഈസിലി അവൈലബിൾ അല്ല ഇപ്പോൾ. എക്സ്പെഷ്യലി നമ്മൾ ചില കോഴ്സുകളുണ്ട്. ആ കോഴ്സുകളിൽ നമ്മൾ എക്സ്പീരിയൻസ് ഇല്ലാതെ ഇങ്ങോട്ട് വരികയേ ചെയ്യരുത്. നമ്മൾ നേരെ നാട്ടിൽ UG കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ നാട്ടിൽ PG കഴിഞ്ഞിട്ടോ നേരെ ഇങ്ങോട്ട് വന്ന് പഠിക്കാൻ തുടങ്ങരുത്. നിങ്ങൾക്ക് നാട്ടിൽ എക്സ്പീരിയൻസ് എല്ലാ കോഴ്സിനും ഏറ്റവും നല്ലൊരു കാര്യം, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യം, നിങ്ങളൊരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അതിനോട് ഭയങ്കര വാല്യൂ ആണ്. ഒരു 2 year എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഭയങ്കര വാല്യൂ. നിങ്ങൾക്ക് ഒരു പാർട്ട് ടൈം കിട്ടാനോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സ്റ്റേ ബാക്കിൻ്റെ സമയത്ത് നിങ്ങൾക്കൊരു പെർമനൻറ്റ് ജോബ് കിട്ടാനോ ഒക്കെ നിങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പം ഞാനിവിടെ സ്റ്റഡി വിസയിൽ വന്ന് ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ഒരുപാട് പേരോട് ചോദിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പം അവർ പറയുന്നത് എന്നാ വെച്ചാൽ പഠിച്ചിറങ്ങി നമുക്ക് പാർട്ട് ടൈം ആണെങ്കിലും നമ്മൾ പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ നമുക്ക് സ്റ്റേ ബാക്കിങ് സമയത്ത് പെർമനൻറ്റ് ജോബ് കിട്ടാനാണെങ്കിലും അവരുടെ എക്സ്പീരിയൻസ് അവരെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുമെന്ന് പറഞ്ഞു.
5 വർഷമൊക്കെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ ഇവിടെ വന്ന് വർക്ക് ചെയ്തവരുണ്ട്. അവരെ ഹെൽപ്പ് ചെയ്തു. പക്ഷേ ഫ്രഷായിട്ട് വരുന്നവർക്ക് ജോലി കിട്ടുന്നില്ല, എടുക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. കാരണം നേരത്തെ പോലെ ഒരു 2-3 കോർക്ക്, ലിമറിക്കാണ്, ഗോൾവയാണ്, ഈ 4 ഏറ്റവും വലിയ സിറ്റികൾ. ഈ 4 ഇത്ര വലിയ സിറ്റി ആയിട്ട് പോലും ഇവിടെ പാർട്ട് ടൈം കിട്ടാൻ ഭയങ്കര പാടാണെന്നാണ് പറയുന്നത്. അപ്പം ശ്രദ്ധിക്കുക, നിങ്ങൾ വരുന്നവർ എന്തെങ്കിലും എക്സ്പീരിയൻസ് ആയിട്ട് വരുവാണെങ്കിൽ നിങ്ങൾക്ക് പാർട്ട് ടൈം കിട്ടാനും സ്റ്റേ ബാക്കിൻ്റെ സമയത്ത് നിങ്ങൾക്ക് പെർമനൻറ്റ് ജോലി കിട്ടാനും അത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. എസ്പെഷ്യലി MBA പോലുള്ള മാനേജ്മെൻറ്റ് കോഴ്സുകളൊക്കെ പഠിക്കുന്നവർക്ക് എക്സ്പീരിയൻസും വളരെ മാൻഡറ്ററി ആണ്. അപ്പം വേണമെങ്കിൽ ഏതൊക്കെ കോഴ്സിനാണ് കൂടുതൽ സ്കോപ്പ് ഉള്ളതിനും ഏതൊക്കെ കോഴ്സിനാണ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് വേണ്ടതെന്നും ഇങ്ങോട്ട് വരുമ്പോൾ എക്സ്പീരിയൻസ് വേണ്ടതെന്നും എക്സ്പീരിയൻസ് എല്ലാം കിട്ടാൻ ചാൻസ് ഉള്ള കോഴ്സുകൾ ഏതൊക്കെയാണെന്നൊക്കെ വേണമെങ്കിൽ ഒരു വീഡിയോ സെപ്പറേറ്റ് നമുക്ക് ചെയ്യാം. അത് ഈ വീഡിയോയിലൂടെ ഉൾപ്പെടുത്തിയത് ഈ വീഡിയോ ഭയങ്കര ലെങ്ത് ആയിപ്പോവും. പിന്നെ ഇവിടെ വരുമ്പോൾ നിങ്ങൾ കൂടുതലും വീടുകളൊക്കെ നോക്കുമ്പം എല്ലാവരും നോക്കുന്ന സംഭവം ഡാഫ്റ്റ് അങ്ങനെയുള്ള വെബ്സൈറ്റുകളാണ് എല്ലാവരും നോക്കുന്നത്. അല്ലാതെ വഴികളൊക്കെ ഉണ്ട് വീടുകളൊക്കെ നോക്കാൻ. അപ്പം ആ വഴികളും കൂടെ എക്സ്പ്ലോർ ചെയ്യുക. നിങ്ങൾ വീട് കിട്ടാൻ പാടുണ്ടെന്നുണ്ടെങ്കിൽ, അല്ല നമുക്ക് ഫിസിക്കലായിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് നോക്കുക. ഫുള്ളി ഡിജിറ്റലി നമ്മൾ അല്ലെങ്കിൽ ഓൺലൈൻ മീഡിയാസ് വഴി നമ്മൾ നോക്കാതെ അല്ലാതുള്ള വഴികളും നമ്മൾ ശ്രദ്ധിക്കുക. നമുക്ക് വീട് കിട്ടാൻ കുറച്ച് എളുപ്പമായിരിക്കും അത്. അപ്പോൾ അതും ഒരു പോയിൻ്റാണ് കേട്ടോ.